ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രംപിൻ്റെ കാര്യം ഒരുപാട് പറഞ്ഞു കേട്ടോ. B1 B2 വിസയ്ക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മളെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നു കഴിയുമ്പോഴത്തേക്ക് ജനുവരി 20 ട്രംപ് വന്നു കഴിയുമ്പോഴത്തേക്ക് അറിയാം എന്തെല്ലാം സംഭവിക്കുന്നു. പക്ഷെ എന്നാൽ പോലും B1 B2 വിസയ്ക്ക് കാതലായ മാറ്റമൊന്നും സംഭവിക്കത്തില്ലെന്ന് തന്നെയാണ് ഇമിഗ്രേഷൻ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്, ഒരേ സ്വരത്തിൽ വക്കീലന്മാരും ഒക്കെ. പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് F1 വിസ അല്ലെങ്കിൽ J1 വിസ, എക്സ്ചേഞ്ച് വിസ, ഈ സ്റ്റുഡൻറ്റ് വിസയിലുള്ള കുട്ടികളുടെ കുറേ സംശയങ്ങളാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രംപ് വരുന്നതിന് 1.5 മാസം മുമ്പ് തന്നെ അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളും സ്റ്റുഡൻസിനെ വാൺ ചെയ്തിരിക്കുകയാണ്. അതായത് ജനുവരി 20 മുമ്പ് നിങ്ങൾ അമേരിക്കയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത്. തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ വിസയും I-20 അല്ലെങ്കിൽ DS 2019 ഒക്കെ നിങ്ങളുടെ കയ്യിൽ കരുതണമെന്നും അവർ പറയുന്നു. തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കുള്ള ഇൻസ്പെക്ഷൻ വളരെ റിഗറസ് ആയിരിക്കുമെന്ന് അവർ വാൺ ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഒരു നൊട്ടോറിയസ് ആണ്. കാരണം വെച്ചാൽ ഫസ്റ്റ് ഡേ ഇമിഗ്രേഷൻ ചേഞ്ച് വന്ന് ജനുവരി 20 വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ ഒരു സെറ്റ് ഓഫ് ഇമിഗ്രേഷൻ ചേഞ്ചസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നുള്ള ശ്രുതികൾ കുറേ നാളായിട്ട് പരക്കുന്നുണ്ട്. അപ്പോൾ കൊളറാഡോ യൂണിവേഴ്സിറ്റി, ഡീപോൾ യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രമുഖ യൂണിവേഴ്സിറ്റികളാണ് സ്റ്റുഡൻസിന് മാസ് ഇമെയിൽ അയച്ചിരിക്കുന്നത്. അതായത് ഈ ജനുവരി 20 മുമ്പ് നിങ്ങൾ അമേരിക്കയിലേക്ക് തിരിച്ചെത്തണം എന്ന് പറഞ്ഞിട്ട്. സ്റ്റുഡൻറ്റ് വിസ, F1 വിസയും J1 വിസയും, പിന്നെ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് OPT എന്ന് പറയും. 12 മാസമാണ് OPT സാധാരണ. പിന്നെ STEM പ്രൊഫഷണലുകൾക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്ക്കും 36 മാസം വരെ ഈ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനുള്ള അവസരമുണ്ട്. അതായത് അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് അവരുടെ വിസ സ്റ്റാറ്റസ് H1Bയിലേക്കോ മറ്റു വിസ കാറ്റഗറിയിലേക്കോ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. പിന്നെ H1B വിസ 1,14,000 ആണ് കഴിഞ്ഞ വർഷം ഗ്രാൻഡായത്. 4,50,000 പേര് അപ്ലൈ ചെയ്തിട്ട് 1,14,000 പേർക്ക് കിട്ടിയത്. ഏകദേശം 26% അതിൻ്റെ ഒരു അളവും കുറഞ്ഞിട്ടുണ്ട്. F1 വിസയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിലും F1 വിസയിൽ എത്തുന്ന അല്ലെങ്കിൽ J1 വിസയിൽ എത്തുന്ന J1 എക്സ്ചേഞ്ച് വിസയിൽ എത്തുന്ന സ്റ്റുഡൻസ് അമേരിക്കയിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ചില്ലറയൊന്നുമല്ല. $40 ബില്യൺ എക്കണോമിക് കോൺട്രിബ്യൂഷനാണ് ഒരു വർഷം US സ്റ്റുഡൻസ് മാത്രം കൊണ്ടുവരുന്നത്. 3,70,000 തൊഴിലുകളാണ് ഈ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യുന്ന പാർട്ട് ടൈം ജോലി ചെയ്യുന്ന അമേരിക്കയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾ തൊഴിൽ മാൻ പവറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 3,70,000 തൊഴിലുകളാണ്. 1,00,000 ഫോറിൻ സ്റ്റുഡൻസ് ആണ് എല്ലാ വർഷവും ഗ്രാജുവേറ്റ് ആയിട്ട് പുറത്തു പോകുന്നത്. ഇന്ത്യ ആൻഡ് ചൈനയാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അമേരിക്കയിൽ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് വറീഡ് ആകുന്നതിന് പറഞ്ഞ 2 കാരണങ്ങളുണ്ട്. കോളേജുകളിലെ സ്റ്റുഡൻറ്റുകൾ ഇതിൽ പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട്. 1 ഡേ ഇമിഗ്രേഷൻ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഫസ്റ്റ് ഡേ തന്നെ ഇമിഗ്രേഷൻ റെസ്ട്രിക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കോളേജുകൾ വിദ്യാർത്ഥികൾ ജനുവരി 20 മുമ്പ് തന്നെ US എത്തിച്ചേരണമെന്ന് വാൺ ചെയ്ത് മാസ് ഇമെയിൽസ് അയച്ചിട്ടുള്ളത്. നേരത്തെ ട്രംപ് വന്നപ്പോൾ സ്ട്രിക്റ്റർ ആയിട്ടുള്ള വിസ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ഹയർ റിജക്ഷൻ റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചൈന, ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയുള്ള കൺട്രീസ്, ഇറാഖ് അങ്ങനെയുള്ള കൺട്രീസിൽ നിന്നൊക്കെ വിസ ബാൻസും അങ്ങനെ കുറേ വിസ റിജക്ഷൻസും ഒക്കെ ഭയങ്കര റേറ്റ് കൂടുതലായിരുന്നു. പിന്നെ 2017 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ F1 വിസ പ്രോസസ്സിങ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. റിജക്ഷൻ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ 2 ഇയർ മാക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ഒരു റൂൾ ശ്രമിച്ചത് സ്റ്റുഡൻറ്റ് വിസ കാലാവധി മാക്സിമം 2 ഇയറിലേക്ക് ചുരുക്കാനായിട്ടുള്ള ശുപാർശകളൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഗ്രേസ് പീരീഡ്, F1 വിസ ഗ്രേസ് പീരീഡ് വിസ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ 60 ദിവസത്തുള്ളിൽ നിന്നുള്ളത് 30 ദിവസമാക്കി കുറച്ചായിരുന്നു. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിസ ഇപ്പോൾ എക്സ്പയർ ആകാൻ പോകുന്ന സ്റ്റുഡൻസും ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ഇടയ്ക്ക് നിൽക്കുന്ന സ്റ്റുഡൻസും ഒക്കെയാണ്. കാരണം അവരൊക്കെ ഇപ്പം നാട്ടിലാണ് ഉള്ളത്, ലീവിനോ വെക്കേഷനോ ആയിട്ട് നാട്ടിൽ വന്നിട്ടുള്ളതെങ്കിൽ ജനുവരി 20 മുമ്പ് നിങ്ങൾ തിരിച്ച് US എത്തണമെന്നാണ് പല യൂണിവേഴ്സിറ്റികളിലും വാൺ ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഈ OPT ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് 36 മാസം കിട്ടിയ ആൾക്കാരുണ്ട്, 24 മാസം കിട്ടിയ ആൾക്കാരുണ്ട്. ഈ പറയുന്ന STEM പ്രൊഫഷണൽസിന് 36 മാസമാണ്. അപ്പോൾ ഈ 36 മാസം എന്നുള്ളത് പിന്നീട് ഇവർ വന്നു കഴിയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ റിവോക്ക് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ ഇതുവരെ ഗ്രാൻഡഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനും വിദ്യാർത്ഥികൾക്കും ഇത് ബാധിക്കുന്നില്ലെങ്കിൽ പോലും ഇനി അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്കും ഒക്കെ ഇതൊരു തലവേദന തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ വരവെന്ന് പറയുമ്പോഴത്തേക്ക് F1 വിസ അല്ലെങ്കിൽ വിസയുടെ റൂൾസിൽ വലിയ കാര്യം മാറ്റമൊന്നുമില്ല. ട്രംപ് വിചാരിച്ചു കഴിഞ്ഞാൽ വിസ ഇൻ്റർവ്യൂവും സ്ക്രൂട്ടിനിയും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പോർട്ട് ഓഫ് എൻട്രിയിലുള്ള ഇൻ്റർവ്യൂ ഒക്കെ ടൈറ്റാക്കാൻ പറ്റും. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലൂടെ അദ്ദേഹത്തിന് ഒരു ഡയറക്ഷൻ കൊടുത്താൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അതിന് പ്രത്യേക നിയമം പാസ്സാക്കിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇൻ്റർവ്യൂ ടൈറ്റാക്കാനുള്ള ഒരു നിർദ്ദേശം DHSന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ US എംബസികളിലും പോർട്ട് ഓഫ് എൻട്രിയിലും കസ്റ്റംസ് ബോർഡർ പ്രിവെൻഷനിലും ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഒരേ സമയത്ത് നടക്കും. അപ്പോൾ അത് ഈ ഫസ്റ്റ് ഡേ റൂളിങ്ങിനെയാണ് കോളേജുകളൊക്കെ ഭയക്കുന്നത്. അപ്പം എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ I-20 അല്ലെങ്കിൽ DS ആപ്ലിക്കേഷൻ കാര്യങ്ങൾ, നിങ്ങളുടെ പേപ്പറുകൾ, പെർമിറ്റുകളെല്ലാം കൃത്യമായി പോർട്ട് ഓഫ് എൻട്രിയിൽ കരുതുക. ഈ ജനുവരി 20 കഴിഞ്ഞാണ് പോകുന്നതെങ്കിൽ പോലും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വളരെ റിഗറസ് ആയിരിക്കും. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് കരുതുക. F1 വിസയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ F1 വിസയിൽ വന്നിട്ട് അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ്, വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. ഈ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും തുടർന്നുള്ള വിസ കൺവേർഷൻ, H1Bയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനോ അല്ലെങ്കിൽ H4 വിസയിലേക്കുള്ള അപ്രൂവലുകളൊക്കെ ഭയങ്കരമായിട്ട് ലിമിറ്റഡ് ആകാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വരെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ജനുവരി 20 ട്രംപ് ചാർജ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും എന്നാണ് എല്ലാ ഇമിഗ്രേഷൻ അറ്റോർണീസൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആൻസർ ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഹാവ് എ വെരി ഗുഡ് ഡേ. ഓൾ ദി ബെസ്റ്റ്.